ഡോക്ടർ അരുൺ, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് കാർഡിയോതൊറാസിക് സർജൻ. മനുഷ്യ ഹൃദയത്തിലെ വാൽവുകൾക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. എന്താണ് വാൽവുകൾ? മനുഷ്യ ഹൃദയത്തിലെ പ്രധാന അറകളിൽ നിന്നും മഹാധമനികളിലേക്കുള്ള രക്തത്തിൻ്റെ സുഗമമായ പ്രവാഹം ഉറപ്പാക്കുന്ന നിർമ്മിതികളാണ് വാൽവുകൾ. മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും 4 തരത്തിലുള്ള വാൽവുകളാണ് ഉള്ളത്. അയോട്ടിക് വാൽവ്, മൈട്രൽ വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ്, പൾമിനറി വാൽവ് എന്നിവയാണ് ഈ പ്രധാന വാൽവുകൾ. എന്താണ് വാൽവുകൾക്കുണ്ടാകുന്ന പ്രധാന രോഗം? വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, ലീക്ക്, ഈ 2 കണ്ടീഷനുകളാണ് വാൽവുലാർ ഹാർട്ട് ഡിസീസിൻ്റെ അടിസ്ഥാനം. എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ വാൽവുകൾക്കുണ്ടാകുന്നത്? നമുക്കറിയാം, മറ്റേതൊരു രോഗത്തെയും പോലെ ജന്മനാ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഘടനാപരമായി ഹൃദയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വാൽവുകളുടെ രോഗാവസ്ഥയ്ക്ക് കാരണമാകാം. എന്നാൽ വാൽവുകൾക്ക് അസുഖമുണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാന കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്നറിയപ്പെടുന്ന റുമാറ്റിക് രോഗങ്ങളാണ്. മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വാൽവിൻ്റെ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയ മൂലമുള്ള റുമാറ്റിക് ഹാർട്ട് ഡിസീസിലാണെങ്കിൽ ഇന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ താരതമ്യേന കുറഞ്ഞു വന്നിട്ടുണ്ട്. കൊളാജൻ വാസ്കുലാർ ഡിസീസ്, അതായത് മനുഷ്യ ശരീരത്തിൽ പേശികളെയും കോശങ്ങളെയും ബാധിക്കുന്ന മറ്റൊരു തരത്തിലുള്ള രോഗമാണ്. അതും വാൽവുകളുടെ രോഗത്തിന് ഒരു പ്രധാന കാരണമാണ്. ഇത് കൂടാതെ പ്രായാധിക്യം മൂലം കോശങ്ങൾക്കുണ്ടാകുന്ന വെയർ ആൻഡ് ടിയർ, അത് വാൽവുകളുടെ രോഗത്തിൽ, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരിൽ വാൽവുകളുടെ രോഗത്തിൽ ഡീജനറേറ്റീവ് വാൽവുലാർ ഹാർട്ട് ഡിസീസ് എന്നറിയപ്പെടുന്ന ഈ രോഗങ്ങൾ ഒരു സുപ്രധാന കാരണമാണ്. ഇത് കൂടാതെ വാൽവുകൾക്കുണ്ടാകുന്ന മറ്റ് പ്രധാന ഒരു രോഗമാണ് ഇൻഫെക്ഷൻ അഥവാ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. എന്താണ് വാൽവ് രോഗങ്ങളുടെ പ്രധാന ലക്ഷണങ്ങൾ? വാൽവ് രോഗങ്ങൾ പലപ്പോഴും മറ്റ് പല രോഗങ്ങൾക്കുള്ള ചികിത്സ തേടുമ്പോൾ ഇൻസിഡൻ്റലായി, ആകസ്മികമായി കണ്ടുപിടിക്കപ്പെടുന്നതാണ്. എങ്കിലും ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായി കാണുന്നത് അസാധാരണമായ ശ്വാസമുട്ടലാണ്. സാധാരണ പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് അസാധാരണമായ ശ്വാസമുട്ടുണ്ടാകുന്നതാണ് ഇതിൽ ആദ്യത്തെ പ്രധാന ലക്ഷണം. ഉറക്കത്തിൽ ശ്വാസമുട്ടലോടുകൂടി എണീൽക്കുന്നതും കഫത്തിൽ രക്തത്തിൻ്റെ അംശം കാണുന്നതും വാൽവ് രോഗങ്ങളുടെ ലക്ഷണങ്ങളായി കണക്കാക്കാം. ഇതുകൂടാതെ കാലുകളിൽ നിരന്തരമായിട്ടുണ്ടാകുന്ന നീര് വാൽവ് രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. അയോട്ടിക് വാൽവ് രോഗികളിൽ ചിലർ നെഞ്ചുവേദനയോടുകൂടി, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്നത് പോലെയുള്ള നെഞ്ചുവേദനയോടുകൂടി പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതോടൊപ്പം ചില ആൾക്കാർക്ക് തലചുറ്റലുണ്ടാകാം. മറ്റു ചില ആൾക്കാർക്ക് അനിയന്ത്രിതമായ ഹൃദയമെടുപ്പോ അതല്ലെങ്കിൽ താളം തെറ്റിയുള്ള ഹൃദയമെടുപ്പോ രോഗലക്ഷണങ്ങളായി കാണാറുണ്ട്. വാൽവ് രോഗങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പല രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോൾ ആകസ്മികമായി കണ്ടുപിടിക്കപ്പെടുന്നതാണ് ചിലപ്പോഴെങ്കിലും വാൽവ് രോഗം. ചില ആൾക്കാരിൽ ECG ചെറിയ വ്യതിയാനങ്ങൾ കാണിക്കാറുണ്ട്. എങ്കിലും വാൽവ് രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് എക്കോ കാർഡിയോഗ്രാഫിയാണ്. എക്കോ പരിശോധനയിലൂടെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കവും ലീക്കും അതോടനുബന്ധിച്ച് ഹൃദയത്തിന് അറകളിലുണ്ടാകുന്ന വലിപ്പ വ്യത്യാസമെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾ വാൽവുകളെക്കുറിച്ച് അറിയാൻ കാർഡിയാക് MRI പോലുള്ള പരിശോധനകൾ സഹായകരമാണ്. എങ്ങനെ വാൽവ് രോഗങ്ങളെ ചികിത്സിക്കും? പ്രധാനമായും 3 രീതിയിലുള്ള ചികിത്സാ രീതികളാണുള്ളത്. അതിൽ ആദ്യത്തേത് മെഡിക്കൽ മാനേജ്മെൻറ്റ് അഥവാ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയാണ്. തുടക്കത്തിൽ തന്നെ വാൽവ് രോഗങ്ങളെ കണ്ടെത്താൻ സാധിച്ചാൽ അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് വളരെ നാളത്തേക്ക് മരുന്നുകൾ കൊണ്ട് തടയാൻ സാധിക്കും. അതായത് അതുമൂലം ഹൃദയം ഒത്തിരി ഡയലേറ്റ് ചെയ്യുന്നതും മറ്റ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതും കൃത്യമായ മരുന്നുകളുടെ ഉപയോഗത്തിലൂടെ ഒരു പരിധിവരെ നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു. രണ്ടാമത്തേതായി കത്തീഡ്രൽ ഗൈഡഡ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ രക്തധമനികളിലൂടെ ഒരു കത്തീഡ്രൽ കടത്തിവിട്ട് അതിലൂടെ ഒരു ബലൂൺ കടത്തിവിട്ട് ചുരുക്കമുള്ള വാൽവുകളെ വികസിപ്പിക്കാൻ സാധിക്കും. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ ചില വാൽവുകൾ കത്തീഡ്രലിലൂടെ മാറ്റിവയ്ക്കാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ ചിലവ് വളരെയധികമാണ്, സാധാരണക്കാർ താങ്ങാൻ പറ്റാത്തതിലധികമാണ്. അടുത്ത ചികിത്സാ രീതി ശസ്ത്രക്രിയയാണ്. രോഗം വന്ന വാൽവുകൾ റിപ്പയർ ചെയ്യുകയോ മാറ്റിവെക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഉദ്ദേശിക്കുന്നത്. ലീക്കുള്ള വാൽവുകൾ ഒരു പരിധിവരെ റിപ്പയർ ചെയ്യാനും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാൽവ് ഉപയോഗിച്ച് വളരെയധികം നാൾ
മറ്റ് രോഗലക്ഷണങ്ങളില്ലാതെ ജീവിക്കാനും സാധിക്കും എന്നതാണ് വാൽവ് റിപ്പയറിന് ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളുടെ ഉപയോഗം വളരെ കുറയ്ക്കാനും സാധിക്കുന്നു. എന്നാൽ എല്ലാ വാൽവും റിപ്പയർ ചെയ്യാൻ യോഗ്യമായിരിക്കില്ല. അങ്ങനെയുള്ള രോഗികളിൽ സാധാരണയായി ചെയ്യുന്നത് രോഗം വന്ന വാൽവുകൾ പൂർണ്ണമായി നീക്കം ചെയ്യുകയും അതിനു പകരം കൃത്രിമ വാൽവുകൾ വച്ചുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സാധാരണയായി 2 രീതിയിലുള്ള കൃത്രിമ വാൽവുകളാണ് ഉള്ളത്. ടിഷ്യൂ വാൽവ്, മെക്കാനിക്കൽ വാൽവ്. ടിഷ്യൂ വാൽവ് എന്നാൽ സാധാരണ മനുഷ്യ ശരീരത്തിൽ ആവരണമായ പെരിക്കാർഡിയത്തിൽ നിന്നും അതല്ലെങ്കിൽ മൃഗങ്ങളുടെ ഹൃദയ വാൽവ് അത് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് നടത്തി അത് അണുവിമുക്തമാക്കി മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് ടിഷ്യൂ വാൽവുകൾ ഉപയോഗിക്കുന്നത്. ടിഷ്യൂ വാൽവുകൾ സാധാരണ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവയുടെ സാധാരണ ലൈഫ് 10 മുതൽ 15 വർഷം വരെയാണ്. അതിന് കാലക്രമത്തിൽ ഈ പറയുന്ന പോലെ വെയർ ആൻഡ് ടിയർ ഉണ്ടായി അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ടിഷ്യൂ വാൽവുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നത് നമുക്ക് ആൻറ്റികോയാഗുലേഷൻ അഥവാ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളുടെ ഉപയോഗം കേവലം 3 മാസത്തേക്ക് മാത്രം മതി എന്നുള്ളതാണ്. അടുത്ത കാറ്റഗറി മെക്കാനിക്കൽ വാൽവ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം വാൽവുകളാണ്. ഈ വാൽവുകളുടെ ലൈഫ് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതിലധികമാണ്. സാധാരണയായി 25 ഇയേഴ്സ് 25 വർഷത്തിന് മുകളിൽ മെക്കാനിക്കൽ വാൽവുകൾ പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ വാൽവുകളുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് നമ്മൾ ഈ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ആൻറ്റികോയാഗുലൻസ് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്. വാൽവുകളുടെ രോഗത്തെക്കുറിച്ച് സാധാരണയായി പറയാനുള്ള ഇത്രയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവരും ചികിത്സ ആവശ്യമുള്ളവരും പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗവുമായും ഹൃദയ ശസ്ത്രക്രിയ വിഭാഗവുമായും ബന്ധപ്പെടുക. ബി കെയർ ഫോർ യുവർ സേഫ്റ്റി.